ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങ കൊണ്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങ 7 എണ്ണം, കറിവേപ്പില, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, ക്രഷ്ഡ് കോക്കനട്ട്, 2 പച്ചമുളകും തേങ്ങയും കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ള മിക്സാണിത്. മുരിങ്ങ 2ആയി മുറിച്ചതിന് ശേഷം 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ പൾപ്പെടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം വലിയ പീസുകളൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നും ആഡ് ചെയ്ത് കൊടുക്കാം. ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില ഇവയും ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങ പൾപ്പ് പാനിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ കുക്കിംഗ് കുറച്ചും കൂടെ എളുപ്പമാകും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പാൻ അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതുപോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയതും ഹെൽത്തിയുമായ ഒരു മെഴുക്ക് പുരട്ടിയാണിത്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.